ഹായ് നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യട്ടോ. ഇത് സൗദി അറേബ്യയിൽ അങ്ങേ തലസ്ഥാനം നഗരിയുടെ അങ്ങേ തലസ്ഥാനമായ അഫ്രൽബാത്തിലാട്ടോ. അഫ്രൽബാത്ത് പെരുന്നാളിൻ്റെ തലേന്നിരിക്കുന്ന വീഡിയോ ആണ്. അതായത് ജിദ്ദയിലുള്ളവർക്കും മദീനയിലുള്ളവർക്കും റിയാദ്, ദമ്മാം, അങ്ങനെ അഫ്രൽബാത്തിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് അഫ്രൽബാത്ത് കാണാൻ പറ്റിയ ചെറിയൊരു ചാൻസ് ആട്ടോ. അതായത് അഫ്രൽബാത്തിൻ്റെ മെയിൻ ഭാഗങ്ങളിലൂടെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് കേട്ടോ. ഫുൾ റോഡിലൂടെ പോകുന്ന കാഴ്ചകളല്ല, മെയിൻ ഹൈവേയിലും സിറ്റി അങ്ങാടിയിലൂടെ പോകുന്ന കാഴ്ചകളാണ് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നത്. അപ്പോൾ ചങ്കിയുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. രാത്രികാല കാഴ്ചകൾ, അഫ്രൽബാത്തിലെ കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്, കണ്ടോളൂ. അതായത് ഇവിടുന്ന് അഫ്രൽബാത്തിൽ നിന്ന് പോയവർക്കും ഇനി അഫ്രൽബാത്തിലേക്ക് വരുന്നവരായിട്ടുള്ളവർക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ്. അഫ്രൽബാത്ത് എന്താണെന്നുള്ള ജസ്റ്റ് ചെറിയൊരു വിവരണം മാത്രം കേട്ടോ. കൂടുതൽ വിവരിക്കാൻ ഞാൻ അർഹനല്ല, എനിക്കറിയില്ല, അഫ്രൽബാത്തിനെ പറ്റി അറിയില്ല. പക്ഷേ ഇവിടെ തണുപ്പും ചൂടാണ്, പെരും ചൂട് കേട്ടോ, അതെനിക്കറിയാം. എന്നതല്ലാതെ ഇവിടുത്തെ തന്നെ ഇവിടെ ഒരു ചെറിയൊരുല്ലോ, അതായത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചെന്ന മാതിരിയാണ് ഇതിൻ്റെ ഉൾഭാഗങ്ങളും ഔട്ട് ഏരിയയിലും പോയി കഴിഞ്ഞാൽ. ഇവിടെ കുറച്ച് ബിൽഡിങ് കാര്യങ്ങൾ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷാല്ലാ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെന്ന ഒരു പ്രതിനിധി കേട്ടോ. അങ്ങനെ ഒരു മട്ടാണ് ഇവിടെ ഡെവലപ്മെൻ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ഇവിടെ അഫ്രൽബാത്തിൽ. അപ്പോൾ ഈ ജിദ്ദയിലുള്ളവരായാലും മദീന, റിയാദ്, അഫ്രൽബാത്ത് ദമ്മാം, ആ ഭാഗത്തുള്ളവരൊക്കെ എന്നുണ്ടെങ്കിൽ അഫ്രൽബാത്ത് കാണാൻ പറ്റിയപ്പോൾ ഒരു ചാൻസ് കേട്ടോ. നിങ്ങൾ വരാതെ നിങ്ങളെ മെയിൻ റോഡിലൂടെയുള്ള കാഴ്ചകൾ ഞങ്ങളെ കാണിക്കാമെന്ന് മാത്രം കേട്ടോ. ഇത് കണ്ടില്ല, ഇത് പെരുന്നാളിൻ്റെ തലേന്നാണ്. അപ്പോൾ നമ്മൾ പുറത്ത് സൂക്കിലേക്ക് ഒന്ന് പോയതായിരുന്നു. അവിടുന്ന് സൂക്കിൽ നിന്ന് തിരിച്ച് വരുമ്പോഴൊരു കാഴ്ച കേട്ടോ. നേരത്തിൽ 12 മണിയാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ. കണ്ടില്ലേ, ചെറിയൊരു, അതായത് നമ്മളെ ജിദ്ദനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സിറ്റി, ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞ മാതിരിയുള്ള ചെറിയൊരു ഭാഗം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗങ്ങളിലൊക്കെ ഒരു പഴയകാല ഒരു കാഴ്ചയാണ് ഉൾഭാഗങ്ങളിൽ. ആ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ മക്കളെ, പിന്നെ വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ അഫ്രൽബാത്തിലുണ്ടായിരുന്നു, മലയിലുണ്ടെങ്കിലും അത് ഉള്ളവരാണെങ്കിലും അപ്പോൾ നാട്ടിൽ പോയവരൊക്കെ എന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഫ്രൽബാത്ത് അവർക്ക് കാണാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നാട്ടിൽ ഇവിടുന്ന് ഒഴിവാക്കി പോയവർക്കൊക്കെ. അപ്പോൾ ഏതൊക്കെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ജസ്റ്റ് നമ്മൾ പോണ സൂക്കിലേക്ക് പോണതും പോയി തിരിച്ച് വരുന്ന ഒരു വീഡിയോ കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യട്ടോ. ഇത് അബുമൂസ എന്ന സ്ഥലമൊക്കെ നമുക്കറിയാം. അബുമൂസ, അസീസിയ അറിയാമെന്നല്ലാതെ ഏതാണെന്ന് അറിയില്ല. കുറഞ്ഞ സീനുകളിലൊന്നും നമ്മുടെ ജിദ്ദൻ്റെ ആ റഷൊന്നും ഇല്ല കേട്ടോ. റിയാദ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ റഷുള്ള സ്ഥലം ഞാൻ സൗദി അറേബ്യയിലെ റിയാദാണ് കേട്ടോ. അതായത് സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരമായ റിയാദാണ് ഭയങ്കര റഷുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിദ്ദയ്ക്കാറും. എനിക്ക് അനുഭവമുള്ള ജിദ്ദയാണ്. ജിദ്ദൻ്റെ റഷൊന്നും ഇവിടെ ഇല്ല, കുറഞ്ഞ ഏരിയയിലേ ഉള്ളൂ. അപ്പോൾ അതിനെ സിറ്റിയുള്ളത് ഇവിടെ കാണുന്നുള്ളൂ കേട്ടോ. നാലഞ്ച് സീനുകൾ കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മളെ റൂമിലേക്ക് തിരിച്ച് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നുണ്ടോ. നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അഫ്രൽബാത്ത് കണ്ടുപിടി, അഫ്രൽബാത്ത് കണ്ടില്ല എന്ന് പറയണ്ട. അതായത് ഇനി ഇവിടേക്ക് വരാനുള്ള ആളുകളായാലും ഇവിടുന്ന് പോയവരും പിന്നെ അവർക്ക് കാണാൻ പറ്റിയ നമ്മുടെ സുഹൃത്തുക്കളോ, നിങ്ങൾ ജ്യേഷ്ഠന്മാരോ അന്യന്മാരോ ഉപ്പന്മാരൊക്കെ ഉണ്ട് അഫ്രൽബാത്തിൽ ഉണ്ടായിരുന്നവരെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, വീണ്ടും എടുത്ത് പറയണത്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ജസ്റ്റ് കാണിക്കാണ്. ഇത് വേറെ റോഡിലേക്ക് കിടക്കട്ടോ. ഒന്നുകൂടി മെയിൻ റോഡിലേക്കാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുത്തോളി. അഫ്രൽബാത്ത് എന്താണെന്നുള്ള കാണിക്കാം.
അപ്പോൾ അടുത്തൊരു വീഡിയോ പോയിട്ട് കാണും. ഓക്കെ, ബൈ ബൈ, അസ്സലാമു.